ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനനായിട്ടുള്ള BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ G. രാമൻ നായർ സർ അവർകൾ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി ആർ നായർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, രാധാകൃഷ്ണൻ, പ്രദീപ്, ശ്രീ തോമസ്, CK തങ്കപ്പൻ, കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സെബാസ്റ്റ്യൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു, കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിജയകുമാർ, ശ്രീ ഷാജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏപ്രിൽ 23 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളെ എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഈ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമ്മതിദാന അവകാശം എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ഞങ്ങളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായി എല്ലാവരോടും താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും മണ്ണിൽ അധ്വാനിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും എല്ലാം ക്ഷേമത്തിന് വേണ്ടി അനേകം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഭരണം കഴിഞ്ഞ 5 വർഷം, അഴിമതിരഹിതമായിട്ടുള്ള ഭരണം കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. മോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ പലതും കേരളത്തിൽ നടപ്പാവാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ മോദി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികളുടെ എണ്ണത്തിന്റെ കുറവാണ്. ഇവിടെയുള്ള MP-മാരും MLA-മാരും എല്ലാം തന്നെ മോദി ഗവൺമെന്റ് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാവാത്ത ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ ഈ കേരളം മാത്രമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റും MP-മാരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാം അതിനെ അട്ടിമറിക്കുന്ന ഒരു നിലയാണുള്ളത്. അതുകൊണ്ട് മോദി ഗവൺമെന്റ് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനമുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നാട്ടിലെ സാധാരണ വോട്ടർമാരുടെ മുമ്പിൽ കരണീയമായിട്ടുള്ളത്. പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലമാണ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിന് കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കിയ ശബരിമലയിലെ വിശ്വാസികളോട് മറ്റെല്ലാ വിശ്വാസികൾക്കും ബാധകമാവുന്ന, ഒരു വിഭാഗം വിശ്വാസികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ മതവിശ്വാസികൾക്കും ബാധകമാവുന്ന തരത്തിലുള്ള അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള, അങ്ങേയറ്റം വഞ്ചനാപരമായിട്ടുള്ള, ആക്രമണോത്സുകമായിട്ടുള്ള ശബരിമലയെ തകർക്കാൻ നടത്തിയ ഹീനമായിട്ടുള്ള പരിശ്രമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലും ഇത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ശബരിമലയിലെ സർക്കാർ നടപടികൾ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന്റെ അനങ്ങാപ്പാറ നയം, വിശ്വാസികളെ വേട്ടയാടിയ സന്ദർഭത്തിൽ UDF കാണിച്ച മൗനം, ഇതെല്ലാം ഈ നാട്ടിലെ വോട്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം BJPക്ക് നൽകി ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വിശ്വാസികളുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ധന്യവാദം.
പര്യടനം ആരംഭിക്കുമ്പോൾ മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും നമ്മുടെ അടുത്ത ജംഗ്ഷനിലേക്കുള്ള റോഡിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിൽ സ്ഥാനാർത്ഥിയുടെ വിജയരഥം, അതിൻ്റെ പിന്നിലായിട്ട് മറ്റ് വാഹനങ്ങളും ഈ പര്യടനത്തിൽ പങ്കെടുക്കുന്നതാണ്. മുഴുവൻ ഇരുചക്ര വാഹനങ്ങളിലും വന്നിട്ടുള്ള പ്രവർത്തകരും ബഹുമാനികളായിട്ടുള്ള വോട്ടർമാരും സ്ഥാനാർത്ഥിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് മുന്നിൽ ഉണ്ടാവണം. അതിന് പിന്നിലായിട്ട് സ്ഥാനാർത്ഥി ഉണ്ടാവും. അതിന് പിന്നിലായിട്ട് മുഴുവൻ വാഹനങ്ങളും സ്ഥാനാർത്ഥിയെ അകമ്പടി സേവിക്കേണ്ടതാണ്.